ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഹുണ്ടായുടെ വെർണ എസ് എക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് എക്സ് എക്സ് വേരിയൻ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. 2011 മോഡലും വണ്ടിയാണ് ഈ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി കേട്ടോ. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് അല്ലാതെ വേറെ അല്ലാതെ മേജറായിട്ട് ഒരു വലിയ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് ഒന്നും വണ്ടി മേലില്ല. കാണുന്നതൊക്കെയാണ് വണ്ടിയുടെ സറൗണ്ടിങ്സ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടിയുടെ നീറ്റ്നെസ്സും കാര്യങ്ങളെല്ലാം. സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക. യാതൊരുവിധ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിമേൽ നിലവിലില്ല കേട്ടോ. KL03 രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ ഫാൻസി നമ്പറുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6363 എന്ന് പറഞ്ഞാൽ ഫാൻസി നമ്പറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇതാണ് വണ്ടിയുടെ സറൗണ്ടിങ്. വണ്ടിയുടെ ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഹാഫ് എബോവ് ഹാഫായിട്ടാണ്. അത് ബാക്കിൽ എബോവ് ഹാഫും ഉണ്ട്, ഫ്രണ്ട് രണ്ട് ടയറും ഹാഫാണ് ഗ്രിപ്പ് വരുന്നത്. ടയർ കണ്ടീഷൻ നാലും നല്ല കണ്ടീഷൻ തന്നെയാണ് ടയർ. നിലവിൽ വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ടയർ കണ്ടീഷനും കാര്യങ്ങളും. ഇനി ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴേക്കും ഈ കാണുന്നതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. യാതൊരു ഇത് പോർഷൻസും വർക്കിംഗ് അല്ലാതെ ഇല്ല കേട്ടോ, എല്ലാം വർക്കിംഗ് ആണ്. ഈ കാണുന്നതാണ് ബാക്ക് സീറ്റും കാര്യങ്ങളും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡോർ പാഡ്സും കാര്യങ്ങളെല്ലാം പക്കാ നീറ്റാണ്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും. ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് തന്നെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഈ വരുന്നതാണ് വണ്ടിയുടെ കീ. രണ്ട് കീയും സർവീസ് ബുക്കും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഡീസൽ വണ്ടിയാണെങ്കിൽ പോലും നല്ല സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 1,96,984 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നിയർ ടു 2 ലാക്ക് അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ പക്ക മെയിൻ്റെനൻസ് ആണ്. എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് വണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതെല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസും ഉണ്ട്, അതും വർക്കിംഗ് ആണ്. നിലവിലൊരു മ്യൂസിക് നൈസായിട്ട് പ്ലേ ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിററിൽ തന്നെയാണ് റിവേഴ്സ് ക്യാമിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. മിററിൽ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോഴും ഉള്ളത്. ജസ്റ്റ് ഒന്ന് വണ്ടി റേസ് ചെയ്തുള്ള സൗണ്ട് കൂടെ കേൾപ്പിച്ചു തരാം. ക്ലിയർ ആവുമെന്ന് അറിയുന്നില്ല, എന്നാലും നിങ്ങളൊന്ന് കേട്ട് നോക്കാം. ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് വണ്ടി റേസ് ചെയ്യുമ്പോൾ ഉള്ള എൻജിൻ സൗണ്ട്. നല്ല സ്മൂത്ത് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സൗണ്ടാണ്. ഇനി എൻജിൻ റൂം എന്നുള്ള കാണിച്ചു തരാം നിങ്ങളെ. ORVMസും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. മിററിലെ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഓട്ടോ ഫോൾഡിംഗ് സിസ്റ്റം വർക്കിംഗ് ആണ്. അതിൻ്റെ സ്വിച്ചസ് എല്ലാം വർക്കിംഗ് ആണ്. പവർ വിൻഡോസ് എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആണ് കേട്ടോ. എൻജിൻ റൂം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് വണ്ടിയുടെ എൻജിൻ റൂം. ഡീസലാണ് വണ്ടി. ഡീസൽ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ സൗണ്ട് ഉണ്ടാവും വണ്ടിക്ക്. ഈ കാണുന്നതാണ് വണ്ടിയുടെ എൻജിൻ റൂം. രണ്ട് പോർച്ചും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ആക്സിഡൻസ് ഒന്നും പറ്റാത്തതുകൊണ്ടാണ് ആ ഏരിയ നല്ല പക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. ആക്സിഡൻ്റ് ഒന്നും നിലവിൽ റെക്കോർഡ് അല്ലാത്തൊരു വണ്ടി കേട്ടോ. ഇതുവരെ ആക്സിഡൻസ് റെക്കോർഡ്സ് ഒന്നും ഇല്ല വണ്ടിയിൽ.
ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചേർത്തലയാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. ലൊക്കേഷൻ ചേർത്തലയാണ്. ചേർത്തല ടൗണിൽ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളിതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3 lakhs ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത് ജസ്റ്റ് നിങ്ങൾ വന്ന് വണ്ടി കണ്ടതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നാണ്. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഈ വണ്ടിയുടെ കാര്യത്തിൽ പക്ക വണ്ടിയാണ്, യാതൊരുവിധ ഫോൾട്ടും കാര്യങ്ങളും ഇല്ലാത്ത വണ്ടി കേട്ടോ. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് ആദ്യമേ നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഇടും. ഇതിന് ശേഷമേ യൂട്യൂബിലോട്ട് വീഡിയോ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനലിലോട്ട് വരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ആദിൽ. ബൈ ബൈ.